Good afternoon. Okay, good afternoon. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ CSSD ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിലെ ഫങ്ഷണൽ ഏരിയാസ് ആണ് നോക്കിയത്. നമ്മൾ പറഞ്ഞു there are 6 functional areas at CSSD. CSSD-യിൽ 6 ഫങ്ഷണൽ ഏരിയ ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഇതില് ഓരോ ഏരിയയും അതിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഓക്കെ, അതിന്റെ ഏതോ കറക്റ്റ് ഓർഡർ ഏതാണോ അല്ലെങ്കിൽ ഓർഡർ തെറ്റിച്ച് ഒക്കെ എക്സാമിന് ചോദിക്കാം. അപ്പൊ അതിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. There are 6 functional areas at CSSD. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. ഫസ്റ്റ് ആണ് റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത്. റിസീവിംഗ് ഏരിയ. റിസീവിംഗ് ഏരിയയിൽ എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കിയേ. Items used from several departments of the hospitals are transferred to CSSD for cleaning and sterilization. സ്റ്റെറിലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അണുവിമുക്തമാക്കുക അല്ലെ? അപ്പൊ പല ഡിപ്പാർട്ട്മെന്റില് ഉപയോഗിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ, ഐറ്റംസുകള്, എക്യുപ്മെന്റ്സുകളൊക്കെ എന്താണ് സ്റ്റെറിലൈസേഷൻ ചെയ്യാനും ക്ലീനിങ്ങിനും സ്റ്റെറിലൈസേഷനും വേണ്ടിയിട്ട് ഈ CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ്. Items used from several departments of the hospitals are transferred to CSSD for cleaning and sterilization. ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസേഷൻ ചെയ്യാനും വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐറ്റംസുകൾ, എക്യുപ്മെന്റ്സ് ഒക്കെ ഈ CSSD-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതിനു വേണ്ടിയിട്ട് ഫോർ ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ, ക്ലീനിങ്ങിനും സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. Preferably, the items which get stained with the blood or body fluid should be decontaminated with the sodium hypochlorite solution in the user department itself before sending to CSSD. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയ, പ്രിഫറബിളി അനുയോജ്യമായിട്ടുള്ള the items which get stained with the blood or body fluid. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റില് ആ മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ അതില് വെലസിസേഴ്സ് അല്ലെ അങ്ങനെയുള്ളതിലൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലഡിന്റെ അംശങ്ങൾ ഉണ്ടാവാം, ബ്ലഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിന്റെ അംശങ്ങളൊക്കെ ഉണ്ടാവാം. അതെന്ത് ചെയ്യും? ഡീകണ്ടാമിനേറ്റഡ്, അത് അണുവിമുക്തമാക്കും, അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യും വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. ഏത് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ്? സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. ഓക്കെ, ഇൻ ദ യൂസർ ഡിപ്പാർട്ട്മെന്റ് ഇറ്റ്സെൽഫ്. അതാരാ ചെയ്യുന്ന? യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആ എക്യുപ്മെന്റ്സുകൾ, ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്ത് ചെയ്യും? ആ ഐറ്റത്തിലുള്ള ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ് എന്നൊക്കെ ഡീകണ്ടാമിനേറ്റ് ചെയ്യും. ഏത് ഉപയോഗിച്ചിട്ടാണ്? വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട്. എന്തിന്? ബിഫോർ സെൻഡിങ് ടു CSSD. CSSD-യിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ CSSD-യിലേക്ക് ഐറ്റംസ് കൊടുക്കുന്നതിന് മുന്നേ ആ ഉപയോഗിച്ച ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്ത് ചെയ്യും? അതൊന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്യും വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട്. ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ടാണ് അവര് CSSD-യിലേക്ക് അയക്കുന്നത്, അല്ല നേരെ കൊടുക്കുകയല്ല. അപ്പൊ അത് ഉപയോഗിച്ച ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിലുള്ള ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്തതിന് ശേഷമാണ് ഫർദർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്, ക്ലീനിങ് സ്റ്റെറിലൈസേഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് CSSD-യിലേക്ക് അയക്കുന്നത്.
The accepting area of CSSD should have an entry to outside through a window with a counter. Accepting area of CSSD. Accepting area is receiving area. അത് സ്വീകരിക്കുന്ന ഏരിയ CSSD-ല് അത് റിസീവ് ചെയ്യുന്ന ഐറ്റംസ് റിസീവ് ചെയ്യുന്ന ഏരിയ എന്താ should have an entry to outside through a window with a counter. ഒരു കൗണ്ടർ ഉള്ള വിൻഡോ അത് പുറത്തേക്ക് എൻട്രി ഉള്ള ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ കൂടിയാണ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഫുള്ള് ഡോറ് തുറന്ന് അവരകത്തേക്ക് വരികയല്ല ചെയ്യുന്നത്. അവിടെ ഒരു കൗണ്ടർ ഉള്ള ഒരു വിൻഡോ ഉണ്ട്. അത് പുറത്തേക്ക് എൻട്രി ഉള്ള ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ കൂടെയാണ് ഇത് ഐറ്റംസ് ഈ CSSD ഡിപ്പാർട്ട്മെന്റ് റിസീവ് ചെയ്യുന്നത്. അക്സെപ്റ്റിംഗ് ഏരിയ അല്ലെങ്കിൽ റിസീവിംഗ് ഏരിയയില് ഒരു വിൻഡോ വിത്ത് കൗണ്ടർ ഉള്ള ഒരു വിൻഡോ ഉണ്ട്. അതിൽ കൂടെയാണ് ഈ ഐറ്റംസ് ഒക്കെ റിസീവ് ചെയ്യുന്നത്. ദ ഐറ്റം ഷുഡ് ബി കൗണ്ടേഡ് ആൻഡ് റിസീവ്ഡ്. അവിടെ എന്ത് ചെയ്യുന്നു? അപ്പൊ മേടിക്കുന്ന അവിടെ നിന്ന് അവര് റിസീവ് ചെയ്യുന്ന ഐറ്റംസ് വെറുതെ എടുക്കുകയല്ല ചെയ്യുന്നത്, കൗണ്ടേഡ്. കൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ കൗണ്ട് ചെയ്യാം, അത് എണ്ണും. അത് എത്ര ഐറ്റംസ് ഉണ്ട് എന്ന് അവര് കൗണ്ട് ചെയ്യും, എണ്ണി തിട്ടപ്പെടുത്തും. ആൻഡ് റിസീവ്, കൗണ്ട് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. ദ ഐറ്റം ഷുഡ് ബി കൗണ്ടഡ് ആൻഡ് റിസീവ്ഡ്. ഐറ്റം കൗണ്ട് ചെയ്യുന്നു എന്നിട്ട് റിസീവ് ചെയ്യുന്നു. Then subsequently the instruments are examined and unsharpened instruments are sought out or disposed of. Subsequently പിന്നീട് എന്ത് ചെയ്യുന്നു? The instruments are examined. എന്നിട്ട് അവ റിസീവ് ചെയ്ത ഐറ്റംസുകളൊക്കെ ഒന്ന് എക്സാമിൻ ചെയ്യും. എക്സാമിൻ ചെയ്യാന്ന് വെച്ചാൽ പരിശോധിക്കുക. Subsequently, the instruments are examined. അതിനുശേഷം ആ എക്യുപ്മെന്റ്സുകൾ ഒന്ന് പരിശോധിക്കും. ആൻഡ് അൺഷാർപ്പൻഡ്. അൺഷാർപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലൻഡ് ആയിട്ടുള്ളത്, വളഞ്ഞു പോയിട്ടുള്ളതോ അല്ലെങ്കിൽ അൺസ്യൂട്ടബിൾ, അത് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത അൺസ്യൂട്ട് ആയിട്ടുള്ളതും, അൺഷാർപ്പൻഡ് മൂർച്ചയില്ലാത്തത് അല്ലെങ്കിൽ ബ്ലൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുന്നു? അത് സോർട്ട് ഔട്ട് ചെയ്യുക. ഓർ ഡിസ്പോസ്ഡ് ഓഫ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക. സോർട്ടഡ് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഓഫ്, അത് ഉപേക്ഷിക്കും. അപ്പൊ ആ മേടിക്കുന്ന ഐറ്റംസ് കൗണ്ട് ചെയ്യും, റിസീവ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രുമെന്റ്സ് ആർ എക്സാമിൻ. എന്നിട്ട് ഒന്നുകൂടി ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒന്ന് നിരീക്ഷിക്കും, പരിശോധിക്കും, എക്സാമിൻ ചെയ്യും. അതില് ഇനി ഉപയോഗിക്കാൻ പറ്റാത്തത്, ബ്ലെൻഡ് ആയിട്ടുള്ളതോ വളഞ്ഞു പോയിട്ടുള്ളതോ മൂർച്ചയില്ലാത്തതോ ഒക്കെ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അവര് ഡിസ്പോസ് ചെയ്യും. അത് വെറുതെ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ഡിസ്പോസ് ചെയ്ത് കളയും. ഓക്കെ. നെസസറി എൻട്രീസ് ഓഫ് ദ അക്സെപ്റ്റഡ് ഐറ്റംസ് ആർ മെയ്ഡ് ഇൻ റെക്കോർഡ്സ്. അപ്പൊ ബാക്കി കളഞ്ഞത് കുറച്ച് ആവശ്യമില്ലാത്ത നമ്മൾ കളഞ്ഞല്ലോ. അങ്ങനെയുള്ള ബാക്കിയുള്ള ഐറ്റംസ്, നെസസറി അത്യാവശ്യമായിട്ടുള്ള ബാക്കിയുള്ള നമ്മൾ എടുത്ത ഐറ്റംസ് എന്ത് ചെയ്യുന്നു? മെയ്ഡ് ഇൻ റെക്കോർഡ്സ്. അത് എത്ര ഐറ്റംസ് ഉണ്ട്, എത്ര എണ്ണം എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. Afterwards, the items are transferred to cleaning area. അപ്പൊ ഇത്രയും കാര്യങ്ങള് റിസീവിംഗ് ഏരിയയിൽ ചെയ്തതിന് ശേഷം ഐറ്റംസ് ഒക്കെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? ക്ലീനിങ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. Afterwards, the items are transferred to cleaning area. അപ്പൊ അതിനുശേഷം ഐറ്റംസുകളൊക്കെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? ക്ലീനിങ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഇതിനകത്ത് എങ്ങനെ ചോദിക്കും? After receiving the items are transferred to dash area. റിസീവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് ഏരിയയിലേക്കാണ്? ഏത് ഏരിയയിലേക്കാ? ആരുടെ മെസ്സേജ് കണ്ടില്ലല്ലോ? ഓക്കെ, വെരി ഗുഡ്. ക്ലീനിങ് ഏരിയ. ആഫ്റ്റർ റിസീവിംഗ് the items are transferred to cleaning area. അപ്പൊ റിസീവ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ആ റിസീവിംഗ് ഏരിയയിൽ ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് ഈ ഐറ്റംസ് പോകുന്നത് ക്ലീനിങ് ഏരിയയിലേക്കാണ്. ഓക്കെ, ക്ലിയർ ആയോ? അത് റിസീവിംഗ് ഏരിയ ഒന്ന് നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കിയേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്മിടുക കേട്ടോ. ആരെങ്കിലൊക്കെ ഇനി ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്നുകൂടി പറയണമെങ്കിലും ചോദിക്കുക. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ്? ഓക്കെ,
ഒന്നുകൂടി പറയാ ഫാത്തിമ. ഓക്കെ, അപ്പൊ ഈ പല ഡിപ്പാർട്ട്മെന്റിലും ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസുകൾ ഏതെങ്കിലും ആയിക്കോട്ടെ, സിസേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള എന്തായാലും പല ഡിപ്പാർട്ട്മെന്റിലും ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളൊക്കെ ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇത് CSST ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ അവരെ അപ്പൊ ട്രാൻസ്ഫർ CSSTയിലേക്ക് അയക്കുന്നതിന് മുന്നേ തന്നെ ആ ഉപയോഗിച്ച ഡിപ്പാർട്ട്മെന്റ്, അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, അതാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ യൂസർ ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്ത് ചെയ്യും, ആ എക്യുപ്മെന്റിലുള്ള ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. അവിടെ ഒരു സൊല്യൂഷന്റെ പേര് പറഞ്ഞു, വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. അത് ഉപയോഗിച്ചിട്ട് അവര് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. ആ ഉപയോഗിക്കുന്ന യൂസർ ഡിപ്പാർട്ട്മെന്റ് തന്നെ അത് ഡീകണ്ടാമിനേറ്റ് ചെയ്യും ബിഫോർ സെൻഡിങ് ടു CSSDയിലേക്ക് അയക്കുന്നതിന് മുന്നേ. അപ്പൊ അവര് ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ടാണ് അവര് എന്ത് ചെയ്യുന്നത്, ഈ CSSDയിലേക്ക് അയക്കുന്നത്. അല്ലാതെ ഉപയോഗിച്ചത് നേരെ CSSDയിലേക്ക് കൊടുക്കല്ല, ആ ഉപയോഗിച്ച ആ യൂസർ ഡിപ്പാർട്ട്മെന്റ് തന്നെ അവര് തന്നെ ഒന്ന് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. ഇനി അതെടുത്ത് പറഞ്ഞേക്ക് നോക്കിയേ, ദ അക്സെപ്റ്റിംഗ് ഏരിയ. ഇനി അത് റിസീവ് ചെയ്യുന്ന ഏരിയക്ക്, ഏരിയ എന്ന് പറയുന്നത് ഫുള്ള് ഡോർ അല്ല, ഒരു വിൻഡോ ആണ്. വിൻഡോ വിത്ത് എ കൗണ്ടർ, ഒരു കൗണ്ടറുള്ള വിൻഡോ, അതിന് പുറത്തേക്ക് എൻട്രി ഉള്ള ഇതുണ്ട്. അപ്പൊ ആ ഒരു വിൻഡോയിൽ കൂടെയാണ് ഈ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഐറ്റംസ് ഈ CSSD റിസീവ് ചെയ്യുന്നത്. ആ ഏരിയയിലേക്ക് എടുക്കുന്നത് ആ വിൻഡോയിൽ കൂടിയാണ്. അവിടെ എന്താ ചെയ്യുന്നത്, അപ്പൊ അവര് ആ ഐറ്റംസ് റിസീവ് ചെയ്യുമ്പോൾ കൗണ്ടേഡ് ആൻഡ് റിസീവ്, വെറുതെ മേടിച്ചു വെക്കുകയല്ല, അത് കൗണ്ട് ചെയ്യും, തിരിച്ച് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും തന്നെ തിരിച്ചു കൊടുക്കണ്ടേ. അപ്പൊ അതോടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എത്ര ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അവര് കൗണ്ട് ചെയ്യുന്നു. ആൻഡ് റിസീവ്ഡ്, കൗണ്ടേഡ് ആൻഡ് റിസീവ്ഡ്. സബ്സിക്വന്റ്ലി പിന്നീട് എന്താ ചെയ്യുന്നത്, ആദ്യം വെറുതെ ഒന്ന് കൗണ്ട് ചെയ്തിട്ട് റിസീവ് ചെയ്യും. പിന്നീട് ഇൻസ്ട്രുമെന്റ്സ് ആർ എക്സാമിൻ, പിന്നെ അവരെന്ത് ചെയ്യും, ആ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുകൂടി പരിശോധിക്കും, എക്സാമിൻ ചെയ്യും. അതിൽ നിന്ന് അൺഷാർപ്പൻഡ് ആയിട്ടുള്ളതോ, അതായത് വളഞ്ഞു പോയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സോർട്ടഡ് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഓഫ്. അത് സോർട്ട് ചെയ്യും അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യും. അത് എടുക്കേണ്ട ആവശ്യമില്ല, അത് സ്റ്റെറിലൈസ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിക്കും. ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു, അവര് റെക്കോർഡ്സ് ആക്കി വെക്കുന്നു. ബാക്കി അപ്പൊ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ എടുക്കുന്ന ഐറ്റംസുകൾ റെക്കോർഡ് ആക്കി വെക്കുന്നു. ആഫ്റ്റർ വേർഡ്സ് ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ക്ലീനിങ് ഏരിയ. അതിനുശേഷം ഐറ്റംസുകൾ ക്ലീനിങ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, വെരി ഗുഡ്. ഞാനൊരു 2-3 പ്രാവശ്യമൊക്കെ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ക്ലാസ്സിൽ തന്നെ ഇരുന്നത് പഠിക്കട്ടെ, ഒരുപാട് ഓടിച്ചു പോയിട്ട് കാര്യമില്ല. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കുക. നിങ്ങൾക്ക് അത് ഇവിടെ തന്നെ ക്ലാസ്സിൽ തന്നെ ഒരുവിധം പഠിച്ചു പോവുക. ഇപ്പൊ എന്ന് പറഞ്ഞ വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ജോലി തിരക്കുണ്ട്, പിള്ളേര് വരും, പിള്ളേരുടെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ ഈ 1 മണിക്കൂറല്ല 2 മണിക്കൂർ, 2 ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ മാക്സിമം നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ പഠിച്ചു പോകുക. അതുകൊണ്ടാണ് നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ പറഞ്ഞ് നിങ്ങളോട് ക്ലിയർ ആയോ എന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് എന്താ പറയാ, നമുക്ക് ഒരുപാട് ടൈം പിന്നീട് ഇത് പഠിക്കാനുള്ള ടൈം കിട്ടില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്ലീനിങ് ഏരിയ എന്ന് പറയുന്നത്. ക്ലീനിങ് ഏരിയ അപ്പം നമ്മൾ റിസീവ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ റിസീവിങ് ഏരിയയിൽ ചെയ്തിട്ട് നെക്സ്റ്റ് അത് ക്ലീനിങ് ഏരിയയിലേക്ക് വരുന്നത്. ഓക്കെ, ഹിയർ ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ക്ലീൻഡ് ഐദർ മാനുവലി ഓർ ബൈ യൂസിങ് മെഷീൻ. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റ്സ് ക്ലീനിങ് ഏരിയയിൽ എന്താ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അവിടെ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്നു അല്ലെ. ക്ലീൻഡ് ഐദർ, ഇനി എങ്ങനെ ക്ലീൻ ചെയ്യുന്ന, ഐദർ മാനുവലി എന്ന് വെച്ചാൽ സ്വമേധ നമ്മൾ തന്നെ കൈകൊണ്ടോ, ഓർ ബൈ യൂസിങ് മെഷീൻ അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ടോ ഇത് ഈ ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ചെയ്യും. ഓക്കെ, ഹിയർ ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ക്ലീൻഡ് ഐദർ മാനുവലി ഓർ ബൈ യൂസിങ് മെഷീൻ. മാനുവലി നമ്മൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടോ ആ ഐറ്റംസ് ഒക്കെ ക്ലീൻ ചെയ്യും.
ഫോർ മാനുവൽ വാഷിംഗ്, ഇനി മാനുവൽ വാഷിംഗ് ആണെങ്കിൽ നമ്മൾ സ്വന്തം വാഷ് ചെയ്യുകയാണെങ്കിൽ വിത്ത് വാട്ടർ സപ്ലൈ ഡിറ്റർജൻസ് ആൻഡ് ബ്രഷസ് ഓഫ് മെനി സൈസസ് ആൻഡ് ഷേപ്സ് ആർ നീഡഡ് ഇൻ ഏരിയ. അപ്പൊ മാനുവൽ വാഷിംഗ് ആണെങ്കിൽ എന്തൊക്കെ വേണം? വിത്ത് വാട്ടർ സപ്ലൈ, നമുക്ക് കഴുകാൻ വെള്ളം വേണ്ടേ, വാട്ടർ വേണ്ടേ, സഫീഷ്യന്റ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ വേണം. ഡിറ്റർജന്റുകൾ വേണം, വെറുതെ കഴിയാ പോലെ അത് ഡിറ്റർജൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ഡീപ്പായിട്ട് കഴുകണം. ഡിറ്റർജൻസിന് വേണം. ആൻഡ് ബ്രഷസ്, നമ്മൾ ചിലതൊക്കെ നമ്മൾ ഹോളുകളും അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അത് വെറുതെ കൈകൊണ്ട് കഴുകി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള അഴുക്കൊന്നും പോവില്ല. അപ്പൊ അതുകൊണ്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് കഴുകണം. For many sizes and shapes are needed in area. ഓക്കെ, അപ്പൊ ബ്രഷസ് എങ്ങനെയാ? പല സൈസിലുള്ളതും പല ഷേപ്പിലുള്ളതും. ഇപ്പൊ ചെറിയ ഹോളൊക്കെ ആണെങ്കിൽ ചെറിയ ബ്രസിൽസ് ഉള്ള ബ്രഷ് വേണം അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ബ്രഷസ് പല സൈസിലും ഷേപ്പിലും ഒക്കെ ഉള്ള ആ ബ്രഷസും സോപ്പും ഡിറ്റർജൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് മാനുവൽ വാഷിംഗ് ആണെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യും, ക്ലീൻ ചെയ്യും. ഓക്കെ, for manual washing with the water supply, detergents and brushes of many sizes and shapes are needed in area. Okay, manual washing ആണെങ്കിൽ എന്ത് വേണം? വാട്ടർ സപ്ലൈ വേണം, ഡിറ്റർജൻസ് വേണം, പല സൈസിലും ഷേപ്പിലും ഉള്ള ബ്രഷസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് നമ്മൾ ഹാൻഡ് കൊണ്ട് തന്നെ വാഷ് ചെയ്യും. ഇനി നെക്സ്റ്റ് നമ്മളൊരു മെഷീൻ ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഈ ക്ലീനിങ്ങിന് വേണ്ടി സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് അൾട്രാസോണിക് വാഷർ. Washer is a machine which is used for cleaning surgical tools. അപ്പൊ സർജിക്കൽ ടൂള് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് അൾട്രാസോണിക് വാഷർ. Okay, ultrasonic washer is a machine which is used for cleaning surgical tools. Okay, it turns, ഇനി എങ്ങനെയാ ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കിയേ. It turns high frequency sound waves into mechanical vibration. ഇത് ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സിനെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കും, വൈബ്രേറ്റ് ചെയ്യും അങ്ങനെ. That make, അപ്പൊ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ? That make സ്മോൾ ബബിൾസ്. ബബിൾസ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുമിളകൾ. അപ്പൊ അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടാകും. That burst on the internal surface. അതെന്ത് പറ്റും? ആ ഐറ്റത്തിന്റെ ഇന്റേണൽ സർഫസിൽ, അതിന്റെ സർഫസിൽ വന്ന് ഈ ബബിൾസുകൾ വന്ന് തട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു? റിമൂവ് ദ വേസ്റ്റ് പാർട്ടിക്കിൾസ്. അവിടുത്തെ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി അലക്കണ ആരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളത് കറക്റ്റ് ആയിട്ട് അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴല്ലേ ആ അഴുക്കൊക്കെ പോണത് തുണിയിൽ നിന്ന്. അതുപോലെ ഇവിടെ എന്താ? ഈ മെഷീൻ അൾട്രാസോണിക് വാഷർ എന്ന് പറഞ്ഞ മെഷീനാണ്. അവിടെ എങ്ങനെയാ? ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സിനെ വൈബ്രേഷൻ ആക്കും, മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കും. അപ്പൊ ഇങ്ങനെ വൈബ്രേഷൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ചെറിയ ചെറിയ ബബിൾസുകൾ ഉണ്ടാവും. ആ ബബിൾസുകൾ നേരെ ആ എക്യുപ്മെന്റിൽ വന്ന് അതിന്റെ ഇന്റേണൽ സർഫസിൽ വന്ന് പതിക്കുമ്പോൾ അവിടെയുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. നമുക്ക് കൈയിട്ടൊന്നും അല്ലല്ലോ കഴിവിടെ, മെഷീൻ വഴിയല്ലേ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ വാഷിംഗ് മെഷീന്റെ കാര്യം പറഞ്ഞ കേട്ടോ. അപ്പൊ അതുപോലെ ആ ബബിൾസ് വന്നിട്ട് ആ എക്യുപ്മെന്റ്സിലേക്ക്, ആ ഇൻസ്ട്രുമെന്റ്സിന്റെ സർഫസിൽ കുമിളകൾ വന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ അതിൽ നിന്ന് വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യും. ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ്, ഇപ്പൊ ടൂൾസ് ഒക്കെ വാഷ് ചെയ്തിട്ട് ദേ ആർ ഡ്രൈഡ് ഇൻ ഓവൻ ഡ്രയർ ലൈക്ക് ഡിഷ് വാഷർ. ഓക്കെ, നോക്കിയേ, നമുക്ക് ഓവൻ ഡ്രയർ ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ്. അപ്പൊ ടൂൾസ് ഒക്കെ വാഷ് ചെയ്തിട്ട് ദേ ആർ ഡ്രൈഡ് ഇൻ ഓവൻ ഡ്രയറിൽ വെച്ചിട്ട് ഇത് ഡ്രൈ ചെയ്യാൻ, ഉണങ്ങാനായിട്ട് അനുവദിക്കും. അപ്പൊ വാഷ് ചെയ്തിട്ട് ആ വെള്ളത്തോടുകൂടി അല്ല, ആ വാഷ് ചെയ്തതിനു ശേഷം ഓവൻ ഡ്രയറിൽ വെച്ചിട്ട് അത് ഡ്രൈ ചെയ്യാൻ അനുവദിക്കും. ആൻഡ് ട്രാൻസ്ഫർ ടു പാർക്കിംഗ് ഏരിയ. അപ്പൊ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത ഐറ്റംസുകൾ നെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് ഏരിയയിലേക്കാ? പാക്കിംഗ് ഏരിയ. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ആഫ്റ്റർ വാഷിംഗ് ആൻഡ് ഡ്രൈയിങ് ദ ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫർഡ് ടു ഡാഷ് ഏരിയ. ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ് ആൻഡ് ഡ്രൈഡ് ഇറ്റ് ട്രാൻസ്ഫർ ടു ഏത് ഏരിയയിലേക്ക് നെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പാക്കിംഗ്
ഏരിയ. ഓക്കെ, പാക്കിംഗ് ഏരിയയിലേക്കാണ്. അവിടെ ഓപ്ഷൻസ് ഇങ്ങനെ കിടക്കും. നിങ്ങൾക്ക് ക്ലീനിങ് ഏരിയ, സ്റ്റെറിലൈസിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ, സ്റ്റോറേജ് ഏരിയ എന്നൊക്കെ പറഞ്ഞ ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. അത് ഓർഡർ അനുസരിച്ച് പഠിക്കുക. റിസീവ് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, നെക്സ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അത് ഡ്രൈ ചെയ്തിട്ട് ആ ഐറ്റംസുകൾ ഏതാ പാക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ക്ലീനിങ് ഏരിയ ക്ലിയർ ആയോ നോക്കിയേ. യെസ്, ഓക്കെ. അപ്പൊ ക്ലീനിങ് ഏരിയ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന പാക്കിംഗ് ഏരിയ ആണ്. പാക്കിംഗ് ഏരിയയിൽ എങ്ങനെയാ? ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ. അപ്പൊ ക്ലീൻ ആയിട്ടുള്ള നമ്മളെ ഡ്രൈഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പാക്ക് ചെയ്യും ബിഫോർ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷന് മുന്നേ ആ ഐറ്റംസുകളൊക്കെ എന്ത് ചെയ്യുന്നു? പാക്ക് ചെയ്യും. ഓക്കെ, cleaned and dried instruments are packed before sterilization. അപ്പൊ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ എന്താ ചെയ്യുന്നത്? അവിടെ പാക്ക് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് നോക്കിയേ, സോ ദാറ്റ് ദേ ആർ നോട്ട് tainted. tainted എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, മലിനമാവുക എന്നുള്ള മീനിങ് ആണ് tainted എന്ന് പറഞ്ഞാൽ മലിനമാവുക. while handling after they are sterilized. അപ്പോ ഇത്രയും നമ്മൾ ഇതൊക്കെ നടത്തി സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ കൈ കൊണ്ടൊക്കെ ആ എക്യുപ്മെന്റ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ആ ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വീണ്ടും എന്താവാൻ, മലിനമാകാനുള്ള ചാൻസ് ഉണ്ട്. വീണ്ടും നമ്മൾ ഡയറക്റ്റ് അതിനകത്ത് പിടിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് അതിലേക്ക് നമ്മുടെ ഒരു ടച്ച് വരാത്ത രീതിയിൽ ഇതെന്ത് ചെയ്യുന്നു? അത് പാക്ക് ചെയ്യുന്നു. ആദ്യം പാക്ക് ചെയ്തിട്ട് ആ പാക്ക് ചെയ്തത് പാടെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ, packed before sterilization so that ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ so that they are not tainted while handling after they are sterilized. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ, അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അത് വീണ്ടും മലിനമാകാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, so that they are not tainted while handling after they are sterilized. സ്റ്റെറിലൈസ് ചെയ്ത് അതിന് ശേഷം നമ്മൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ വീണ്ടും അത് കണ്ടാമിനേറ്റഡ് മലിനമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ട് ആണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ആർ പാക്ഡ്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കിടക്കുന്നുണ്ട് നിങ്ങളുടെ പ്രിന്റ് നോക്കില്. അവിടെ ഫുൾ സ്റ്റോപ്പ് വേണ്ട കേട്ടോ, സെയിം സെന്റൻസ് കണ്ടാണ്. മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ആർ പാക്ഡ് ഇൻ ട്രേസ് which are covered with a double layer of cotton cloths. Paper envelope are also available. ഇവിടെ നോക്കിയേ, മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ആർ പാക്ഡ് ഇൻ ട്രേസ്. മിക്ക ഐറ്റംസും ആ ട്രേയിൽ പാക്ക് ചെയ്യുന്നു. എന്നിട്ടോ വിച്ച് ആർ കവേർഡ് വിത്ത്, ഇത് കവർ ചെയ്യുന്ന എങ്ങനെയാ? വിത്ത് ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സ്. ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സ് വെച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു? കവർ ചെയ്യും. കോമയുണ്ട് പേപ്പർ എൻവലപ്സ്. പേപ്പർ എൻവലപ്സ് എന്ന് വെച്ചാൽ കവറുകൾ, പേപ്പർ കവറുകൾ ആർ ഓൾസോ അവൈലബിൾ. ഏതാണോ അവൈലബിൾ അതിന്റെ അനുസരിച്ച് നമ്മൾ ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സ്, പേപ്പർ എൻവലപ്സ്, പേപ്പർ കവറുകളൊക്കെ വെച്ചിട്ട് അത് കവർ ചെയ്യും. അതെങ്ങനെയാ? എഫക്റ്റീവ് ബട്ട് കോസ്റ്റ്ലി. എഫക്റ്റീവ് ആണ്, നല്ല ഫലപ്രദമായിട്ടുള്ളത്. പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്യാന്ന് വെച്ചാൽ നല്ല സ്റ്റീം ചെയ്യാണ്. ക്ലീനിങ് ഏരിയ ഒന്നുകൂടി പറയാമോന്നോ? ആരാണ് കൺസീവ്? പറഞ്ഞുതരാം കേട്ടോ, ഇതൊന്ന് കഴിയട്ടെ എന്നിട്ട് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? അപ്പൊ ഈ ഇങ്ങനെയുള്ള ഐറ്റംസ് ട്രെയിൽ വെച്ചിട്ട് അതിനെ നമ്മൾ കവർ ചെയ്യാണ്. കവർ ചെയ്യുന്നത് ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സോ അല്ലെങ്കിൽ പേപ്പർ പേപ്പർ കവറുകളോ ഒക്കെ വെച്ചിട്ട് അത് കവർ ചെയ്യും. ഏതാണോ അവൈലബിൾ ആർ ഓൾസോ അവൈലബിൾ. അതെങ്ങനെയാ? എഫക്റ്റീവ്, നല്ല ഫലപ്രദമാണ്, കോസ്റ്റ്ലി. എന്നാൽ കോസ്റ്റ്ലി ആയിട്ടുള്ളത് അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുമ്പോൾ ചീത്തയായി പോവില്ലേ? അപ്പൊ അത് സ്റ്റീം ചെയ്താലും ചീത്തയാവാത്ത രീതിയിലുള്ള അത്രയും നല്ല ക്വാളിറ്റിയിലുള്ള ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സോ അല്ലെങ്കിൽ പേപ്പർ കവറുകളൊക്കെ വെച്ചിട്ട് എൻവലപ്സ് ഒക്കെ വെച്ചിട്ട് അത് കവർ ചെയ്യും. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. ഇനി ETO സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എഥിലീൻ, അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഇവിടെ, അതായത് ഡീറ്റെയിൽ പറയാം. എഥിലീൻ ഓക്സൈഡ് മെഷീൻ ETO, അതെന്ന് പറഞ്ഞാൽ ETO മെഷീൻ അത് ഈ ഗ്യാസ് വഴിയാണ് ചെയ്യുന്നത്. കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. അപ്പൊ
എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഐറ്റംസുകളില്ലേ, കത്തീറ്റർ, അങ്ങനെയുള്ള ട്യൂബുകൾ, ചെറിയ ചെറിയ ട്യൂബുകൾ, എൻഡോസ്കോപ്പ്, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ട്യൂബുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസുകളൊക്കെ ഇങ്ങനെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റൂല. അത് ഹീറ്റ് സെൻസിറ്റീവ് ആണ്. ഹീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചീത്തയായി പോണ ഐറ്റംസുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. എഥിലീൻ ഓക്സൈഡ് ഗ്യാസ്, എഥിലീൻ ഓക്സൈഡ് വിഷ്യൻ, അത് ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലാസ്റ്റിക് ബാഗുകൾ, അപ്പൊ പ്ലാസ്റ്റിക് ബാഗ് കുഴപ്പമില്ലല്ലോ. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ, ETO സ്റ്റെറിലൈസേഷന് പ്ലാസ്റ്റിക് ബാഗുകളാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാ? അവിടെ സ്റ്റീം വഴിയല്ല സ്റ്റെറിലൈസ് ചെയ്യുന്നത്, ഗ്യാസ് വഴിയാ. അപ്പൊ കുഴപ്പമില്ല. അതുകൊണ്ട് അവിടെ പ്ലാസ്റ്റിക് ബാഗുകൾ യൂസ് ചെയ്യാം. പാക്സ് ആർ ലേബിൾഡ്. ഇനി എന്ത് ചെയ്യും? ഈ പാക്കുകള് ലേബിൾഡ് ചെയ്യും. ഓരോന്നും ഏത് ഐറ്റംസ് എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലേബിൾ ചെയ്യും. അതിനകത്ത് അത് കൂടാതെ വിത്ത് ഇൻഡിക്കേറ്റ് ദ ഡേറ്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ, എന്നാണോ സ്റ്റെറിലൈസേഷൻ ചെയ്തത് ആ സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ് ഉണ്ടാകും. ആൻഡ് ദ എക്സ്പയറി ഡേറ്റ്, അവിടെ എത്ര നാള് അതിന്റെ ഇത് നിൽക്കും, അത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും. ആ സ്റ്റെറിലൈസേഷന്റെ എഫക്റ്റ് നമുക്ക് ഏതപ്പോ നമുക്ക് കറക്റ്റ് എനിക്കറിയില്ല, എങ്കിലും എത്ര നാൾ ഉപയോഗിക്കാന്നുള്ളത്. അപ്പൊ അതിന്റെ എന്തായാലും നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ് എഴുതും, അതിന്റെ എക്സ്പയറി ഡേറ്റ് എഴുതും. ഇത്ര നാളത്തേക്ക് ആ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല, അത് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യേണ്ടി വരും. ആ ഒരു ഡ്യൂറേഷൻ അത് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യേണ്ടി വരും അത് ഉപയോഗിക്കാൻ. അപ്പൊ ആ സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ് എഴുതും, അതിന്റെ എക്സ്പയറി ഡേറ്റ് എഴുതും. കാലഹരണപ്പെടുന്ന തീയതി ആണ്, എത്ര വരെയും അത് ഉപയോഗിക്കാം. അത് നമ്മളൊരു ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും നമ്മൾ വാങ്ങുമ്പോൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് വരെ എഴുതിയിട്ടുണ്ടാവും അതിനകത്ത്. അപ്പൊ ഇത്ര ഡേറ്റ് വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഔട്ട് ഓഫ് ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് പിന്നെ കൊള്ളില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ ആ അതിന്റെ ലേബിൾ ചെയ്യും, അതിനകത്ത് എന്താണ് സ്റ്റെറിലൈസേഷൻ ചെയ്ത ആ ഡേറ്റ് ഉണ്ടാവും, എക്സ്പയറി ഡേറ്റും അതിനകത്ത് ഉണ്ടാവും. After packing and sealing, the instruments are transferred for sterilization. അപ്പൊ പാക്കിങ്ങും സീലിങ്ങും ഒക്കെ ചെയ്തിട്ട്, സീലിങ്ങിന് നോക്കിയാൽ സീലിംഗ് മെഷീൻ ഈസ് യൂസ്ഡ്. സീലിംഗ് ചെയ്യാൻ സീലിംഗ് മെഷീൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പാക്ക് ചെയ്തു, അത് സീൽ ചെയ്തു, the instruments are transferred for sterilization. അപ്പൊ പാക്ക് ചെയ്ത് സീൽ ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് നെക്സ്റ്റ് ഏത് ഏരിയയിലേക്കാണ് പോകുന്നത്? സ്റ്റെറിലൈസേഷൻ ഏരിയ. സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്കാണ് പോകുന്നത്. ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ്, ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫോർ ഡാഷ്. എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ സ്റ്റെറിലൈസേഷൻ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ടു ഡാഷ് ഏരിയ എന്ന് വരികയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ ഏരിയ എന്ന് എഴുതാം. ഓക്കെ. ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ്, ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫോർ സ്റ്റെറിലൈസേഷൻ. പാക്കിംഗ് സീലിംഗ് നടത്തി ആ ഇൻസ്ട്രുമെന്റ്സുകൾ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് അയക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ പാക്കിംഗ് ഏരിയയിൽ എന്താ പറഞ്ഞത്? ആ ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻഡ് ആയിട്ടുള്ള ഡ്രൈ ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതിന് മുന്നേ തന്നെ പാക്ക് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൽ വീണ്ടും കണ്ടാമിനേറ്റഡ് ആവാനുള്ള, മലിനമാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നു? അത് പാക്ക് ചെയ്യും. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ആർ പാക്ക്. ഇതെങ്ങനെ പാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സോ അല്ലെങ്കിൽ പേപ്പർ എൻവലപ്സ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്, പാക്ക് ചെയ്യുന്നത്. ഇനി ETO സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ അവിടെ പ്ലാസ്റ്റിക് ബാഗുകൾ യൂസ് ചെയ്യാം. എന്നിട്ട് പാക്സ് ആർ ലേബിൾഡ്. പാക്ക് എന്ത് ചെയ്യുന്നു? ലേബിൾ ചെയ്യും. വിച്ച് ഇൻഡിക്കേറ്റ്, അതിനകത്ത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന? സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റും അതിന്റെ എക്സ്പയറി ഡേറ്റും ഇൻഡിക്കേറ്റ് ചെയ്യും. എന്നിട്ട് ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ്, അപ്പൊ പാക്ക് ചെയ്തു, സീൽ ചെയ്തു, ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫോർ സ്റ്റെറിലൈസേഷൻ. ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസേഷൻ ആ ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ ആയോ നോക്കിയേ പാക്കിംഗ് ഏരിയ? ഓക്കെ, ക്ലിയർ. ഒരു ഇത് ചോദിച്ചായിരുന്നു, ജസ്റ്റ് വേഗം ഒന്ന് പറയാം. ക്ലീനിങ് ഏരിയയുടെ നമ്മളപ്പോ ഈ റിസീവിംഗ് ഏരിയയിലേക്ക് നെക്സ്റ്റ് റിസീവിംഗ് ഏരിയയിൽ നിന്ന് ആരോ ഒന്നുകൂടി പറയാമോ? ഷംനയ്ക്ക് മനസ്സിലായില്ലേ? പാക്കിംഗ് ഏരിയയില ഒന്ന് വായിച്ചു നോക്കട്ടോ. ഇത് ആദ്യം പറഞ്ഞു പിന്നെയും
ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്തോന്ന് നോക്കിയ ഫസ്റ്റ് ലൈനാ ബിഗിനിങ് മാത്രമാണ്. പാക്കിംഗ് ഏരിയയുടെ എല്ലാം ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ അത് പാക്ക് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷന് പോകുന്നത്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ പാക്ക് ചെയ്തിട്ട് നമ്മളത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമ്മളത് വീണ്ടും ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്താ ആ ഇൻസ്ട്രുമെന്റ്സ് വീണ്ടും കണ്ടാമിനേറ്റഡ് ആവാൻ മലിനമാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് അതിനകത്ത് പറയുന്നത്. ഇനി നോക്കിയേ, ക്ലീനിങ് ഏരിയ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻസ്ട്രുമെന്റ്സ് ആർ ക്ലീൻഡ്. നമ്മൾ ക്ലീൻ ചെയ്യും. ഒന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു മാനുവലി ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ മെഷീൻ ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഇനി മാനുവൽ വാഷിങ്ങിനാണെങ്കിലോ സഫിഷ്യന്റ് വാട്ടർ സപ്ലൈ വേണം, ഡിറ്റർജൻസ് വേണം, പല സൈസിലും ഷേപ്പിലുള്ള ബ്രഷസ് ഒക്കെ ഉപയോഗിച്ചിട്ട് മാനുവൽ വാഷിങ് ചെയ്യാം. ഇനി നമ്മൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അൾട്രാസോണിക് വാഷർ മെഷീനാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സിനെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കുന്നു. അപ്പൊ വൈബ്രേഷൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ചെറിയ ചെറിയ ബബിൾസുകൾ ഉണ്ടാവുന്നു. ആ ബബിൾസുകൾ ആ എക്യുപ്മെന്റ്സിന്റെ ഇന്റേണൽ സർഫസിൽ വന്ന് പതിക്കുമ്പോൾ അവിടെ എന്താണ് അവിടുത്തെ വേസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് ടൂൾസ് വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് പാർക്കിംഗ് ഏരിയയിലേക്ക് കൊടുക്കുന്നു. ക്ലിയർ ആയോ റംസിക്ക്? ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ നമ്മൾ 3 എണ്ണം നോക്കിയുള്ളൂ. ഏതൊക്കെയാണ്? ഫങ്ഷണൽ ഏരിയാസിൽ ഫസ്റ്റ് 3 എണ്ണം: റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ. ഓക്കെ, 3 ക്ലിയർ ആണോ? നിങ്ങൾ ഇന്നൊന്ന് വായിച്ചു നോക്കണം കേട്ടോ, ഒന്നുകൂടി വായിച്ചു നോക്കാം. ഇനിയിപ്പോ തൽക്കാലം ഞാനിവിടെ നിർത്തുക. നിങ്ങൾ ആ നോട്ട്, നമ്മള് ബ്ലഡ് ബാങ്കിന്റെ ക്വസ്റ്റ്യൻസ് എഴുതിയില്ലല്ലോ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് ബാക്കിത്തെയും കൂടി നോക്കാം കേട്ടോ. ഓക്കെ, നോട്ട്ബുക്ക് എടുത്തോ, അല്ലെങ്കിൽ പിന്നെ ആ ക്വസ്റ്റ്യൻ അവിടെ പെൻഡിങ് ആവും. ബ്ലഡ് ബാങ്കിന്റെ ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. ഓക്കെ, ബ്ലഡ് ബാങ്ക് നിങ്ങളുടെ 20 എന്നാണ് കിടക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട് നോട്ടില് ഞാനിവിടെ ഷെയർ ചെയ്ത് കാണിച്ചിരിക്കുന്നത് 80 എന്നാണ്. 80 എന്നാണ്, നിങ്ങളുടെ 20 എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോ ചാപ്റ്റർ നമ്പർ വ്യത്യാസം വരാം. അതുകൊണ്ട് ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കുക കേട്ടോ. നമ്മൾ ആകെ എത്ര ചാപ്റ്റർ പഠിച്ചേ? 3 ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞുള്ളൂ. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ കഴിഞ്ഞു, 3ാമത്തെ ബ്ലഡ് ബാങ്ക്, നെക്സ്റ്റ് 4ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ CSSD. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവരും ഉണ്ടായിരുന്നില്ലേ ഈ 4 ചാപ്റ്റർ? 4ാമത്തെ ചാപ്റ്റർ ഇപ്പൊ നമ്മൾ പകുതി ആയിട്ടുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. ഓക്കെ, വെരി ഗുഡ്. അൻവർ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് അവിടെ ബ്ലഡ് ബാങ്ക് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതണം കേട്ടോ. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് blood from one person to another. The process of transferring blood from one person to another is called dash. The process of transferring blood from one person to another is called dash. What is? ഇവിടെ ഓപ്ഷൻ ഞാൻ വായിക്കാം, ഓപ്ഷൻ എഴുതണ്ട കേട്ടോ. ട്രാൻസ്പ്ലാന്റേഷൻ, ട്രാൻസ്ഫ്യൂഷൻ, ട്രാൻസ്മിഷൻ, നൺ ഓഫ് ദ എബോവ്. ഇതാണ് ട്രാൻസ്ഫറിംഗ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ബി അടിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫ്യൂഷൻ. ക്ലിയർ അല്ലേ? ട്രാൻസ്ഫ്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which of the following are
the task, TASKS, task of blood bank. Which of the following are the task of blood bank? Option A. Option A, blood collection. Blood collection. Option A, blood collection. B, testing. 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 Task of blood bank. Task of blood bank. Option A, blood collection. B, testing. Option C, separation. Separation. Option D, all of the above. All of the above. Okay, very good. All. എല്ലാവരും ബ്ലഡ് ബാങ്കിൽ വരുന്ന ടാസ്കുകളാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓൾ ഓഫ് ദ above. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. All of the above. ഇതാണ് blood bank. Third question. Blood bank typically should be situated on the dash floor. Blood bank typically should be situated on the dash floor. That's ground floor. Okay, ground floor. Next question. Next question is which of the following is not a function of blood bank? Which of the following is not a function of blood bank? Blood bank inde function allathathu edana choichekkunnu keto. Which of the following is not a function of blood bank? Okay, Diko. Options tharam. Option A, communication with the blood establishment. Communication with the blood establishment. Communication with the blood establishment. Option B is the inventory, INVENTORY, inventory and stock management. Inventory and stock management of blood and its elements. Inventory and stock management of blood and its elements. Inventory and stock management of blood and its elements. Okay. Option C. Option C. To maintain an inventory to maintain an inventory of supplies and equipment. Supplies and equipment. Supplies and equipments. Option D, all of the above. All of the above. ഏതാണ്? പലരും പല ആൻസർ ഒക്കെയാണല്ലോ അവിടെ ടൈപ്പ് ചെയ്തിട്ടത്.
ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ഓക്കെ, ഇപ്പൊ ശരിയായിട്ട് കറക്റ്റ് ആൻസറുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ്. ബ്ലഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്, അത് ക്ലിയർ ആണ്. ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബിയിൽ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, അവിടെ ഉണ്ട് ബ്ലഡ് എന്നുള്ളൊരു വാക്ക് അവിടെ ഉണ്ട്. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓപ്ഷൻ സിയിൽ പറഞ്ഞേക്കുന്നത് ടു മെയിൻറ്റെയിൻ ആൻഡ് ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്, സപ്ലൈകളുടെയും എക്യുപ്മെന്റ്സുകളുടെയും ഇൻവെന്ററി ഇത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അത് CSSD വന്നതാട്ടോ. നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന CSSD ഫംഗ്ഷനിൽ വന്നതാണ്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫംഗ്ഷൻസിൽ വരുന്നവർക്കാണ് ഓപ്ഷൻ സി. ഡി എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് ദ എബോ എന്ന് തന്നേക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഹു കംസ് അണ്ടർ, ഓർഗാനോഗ്രാം ആണ് കേട്ടോ. നിങ്ങളുടെ ഓർഗാനോഗ്രാം ഇതുപോലെ തന്നെയല്ലേ തന്നേക്കുന്നേ? മെഡിക്കൽ ഡയറക്ടർ, HOD, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ക്വാളിറ്റി മാനേജർ, ടെക്നിക്കൽ സൂപ്പർവൈസർ, ക്ലർക്സ് നേഴ്സസ്, PRO, ഓക്കെ, PTO, ടെക്നീഷ്യൻ, താഴെ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഓക്കെ എഴുതിക്കോ. ഹു കംസ് അണ്ടർ ടെക്നിക്കൽ സൂപ്പർവൈസർ? Who comes under technical supervisor? Who comes under technical supervisor? Options പറയാം. Option A technician, TECHNICIAN, technician. Option B BTO, blood transfusion officer, BTO എന്ന് എഴുതിയാൽ മതി, BTO. ഓപ്ഷൻ സിയില് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ, ഓപ്ഷൻ ഡിയിൽ തന്നേക്കുന്ന PRO. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ഡി PRO ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. Which is the least least common blood group? Which is the least common blood group? ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ്, റയർ ഗ്രൂപ്പ്, റയർ ആയിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ്. എഴുതിക്കോട്ടോ, AB നെഗറ്റീവ്. വിച്ച് ഈസ് ദ ലീസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ്. വളരെ കുറവായിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് AB നെഗറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. വിച്ച് ഈസ് ദ മോസ്റ്റ് common blood group? Which is the most common blood group? ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ്. അങ്ങനെ എഴുതാട്ടോ, O മാത്രം എഴുതാത്ത O പോസിറ്റീവ് എന്ന് എഴുതാം. Which is the most common blood group? O പോസിറ്റീവ്. Next question. Next one. Antigen present in A group is dash. Antigen ശ്രദ്ധിക്കുക, ആന്റിജൻ present in A group. A ഗ്രൂപ്പില് ഏതാണ് ആന്റിജൻ? ആന്റിജൻസിന്റെ പ്രസൻസ് നോക്കിയിട്ടല്ലേ നമ്മൾ ഗ്രൂപ്പ് തിരിക്കുന്നത്. ആന്റിജൻ A ഉണ്ടെങ്കിൽ A ഗ്രൂപ്പ്. ആന്റിജൻ ആണ് ചോദിച്ചേക്കുന്നത്, ആന്റിബോഡി അല്ല. രണ്ടുപേര് ഇവിടെ B എന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ട്, ശ്രദ്ധിച്ചേ. ആന്റിജൻ പ്രസന്റ് ഇൻ A ഗ്രൂപ്പ്. A ഗ്രൂപ്പിലുള്ള ആന്റിജൻ, അതായത് ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നത് അടിസ്ഥാനം എന്ന് പറഞ്ഞു. ആന്റിജൻ A ആണെങ്കിൽ A ഗ്രൂപ്പ്, ആന്റിജൻ B ആണെങ്കിൽ B ഗ്രൂപ്പ്. ആന്റിജൻ എയും ഉണ്ട് ബിയും ഉണ്ടെങ്കിൽ, രണ്ട് ആന്റിജൻ ഉണ്ടെങ്കിൽ AB ഗ്രൂപ്പ്. ഇനി ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് O ഗ്രൂപ്പ്.
ഇവിടെ ചോദിച്ചേക്കുന്ന ഏതാ? ആന്റിജൻ പ്രസന്റ് ഇൻ ഗ്രൂപ്പ് എ. എ ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതാ? എ. ഓക്കെ, ആന്റിജൻ എ. ആന്റിജൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. The study of blood is called dash. The study of blood is called dash. ബ്ലഡിനെ കുറിച്ചുള്ള പഠനം. Study of blood is called dash. Very good. Hematology. 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 Study of blood. Hematology. പഠിക്കാത്തവര് ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതുമ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ സമയമൊക്കെ കളഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ഒക്കെ എഴുതുന്നത്. എന്നാലും നിങ്ങൾ അത് തറവായിട്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. പഠിക്കാത്തവര് ഈ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സിൽ എഴുതുമ്പോൾ തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഹെമറ്റോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which blood group is known as universal donor? Which blood group is known as universal donor? Which blood group is known as? Blood group ആണ് ട്ടോ. ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പ് ആണെന്നാ ചോദിച്ചേക്കണേ. O ഗ്രൂപ്പ്. O അല്ലേ യൂണിവേഴ്സൽ ഡോണർ? O. വെരി ഗുഡ്. O എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which blood type is known as universal donor? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which blood type, ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് ചോദിച്ചേക്കണം കേട്ടോ. Which blood type is known as universal donor? അവിടെ ബ്ലഡ് ടൈപ്പ് ചോദിക്കപ്പെടാം. ഓന്ന് മാത്രം എഴുതരുത്. O negative. O negative. Which blood type is known as universal donor? O negative. എഴുതാ. O negative. Next question എഴുതിക്കോ. Dash is an inflammation. INFLAMMATION. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബൾജിങ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. ഡാഷ് ഈസ് ആൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. Dash is an inflammation of the liver. Okay, very good. Hepatitis. 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 Next question. Hepatitis. Dash cells, blood cells in dash cells. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ്സിൽ പറഞ്ഞു. ഏത് ക്വസ്റ്റ്യൻ ആണ് പറയണ്ടേ? ഡാഷ് ഈസ് ആൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. അപ്പൊ പറഞ്ഞ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഡാഷ് ഈസ് ആൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. ഹെപ്പറ്റൈറ്റിസ്. HEPATITIS. ഹെപ്പറ്റൈറ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡാഷ് സെൽസ് help in dash cells help in fighting infection and help the immune process. Dash cells help in fighting infection and help the immune process. ഏത് ബ്ലഡ് സെല്ലാ? WBC. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. WBC, വൈറ്റ് ബ്ലഡ് സെൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. What is the scientific name of
scientific name of WBC? What is the scientific name of WBC? Okay, leukocyte. Leukocytes. 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 Okay. What is the scientific name of WBC? Leukocytes. Okay. Leukocytes. ഇനി എല്ലാം ഞാൻ തരുന്നില്ല കേട്ടോ. ഇതിന്റെ 4 ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അത് ഓരോന്നിന്റെ ഫങ്ഷൻസ് പഠിക്കാം. 3 സയന്റിഫിക് നെയിം പഠിച്ചിട്ടുണ്ട്. 3 സയന്റിഫിക് നെയിം പഠിക്കാം. പ്ലാസ്മയുടെ ഫങ്ഷൻസും ഒക്കെ പഠിക്കാം. ഇതിനിപ്പോ വേറെ പ്രത്യേകിച്ച് ഓരോന്നും എടുത്ത് ഞാൻ തരുന്നില്ല. നെക്സ്റ്റ് പിന്നെ ട്രാൻസ്മിഷൻ ഒക്കെ നമ്മൾ എഴുതി. പിന്നെ വരുന്നത് എഴുതിക്കോ. Which of the following situation WBC ആട്ടോ? white blood cell WB ആണ്. AB രണ്ടാം സെക്കൻഡ് ലെറ്റർ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ രണ്ടാമത്തെ ലെറ്റർ B. WBC white blood cell. Okay. When okay, next question. Which of the following situations that trigger blood transfusion? Which of the following situations that trigger blood transfusion? Options പറയാം. Options എഴുതാം. Option A, blood disorders. Option B, leukemia. LEUKAEMIA. Leukemia. Option C എഴുതാം. liver problems. Option D എഴുതാം. all of the above. Okay, very good. all of the above. ഇതെല്ലാം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. syphilis. SYPHILIS. Syphilis is an infectious 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 dash disease. Syphilis is an infectious dash disease. ഏതാണ്? ബാക്ടീരിയ. ഓക്കെ, സിഫിലസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ആണ്. ഇതിനകത്ത് ഓപ്ഷന് ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ, നൺ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞ സിഫിലസ്, ട്രിക്കോണിമ പാനിഡം എന്ന് പറഞ്ഞ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് സിഫിലസ്, പറങ്കിപ്പുണ്ണ്. സിഫിലസ് ഇറ്റ്സ് എ ബാക്ടീരിയൽ ഡിസീസ്. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ ഞാൻ തന്നിട്ടുണ്ട്. അതിനൊക്കെ ഇനി വീണ്ടും അത് എഴുതണ്ടല്ലോ. ജോബ് റെസ്പോൺസിബിലിറ്റി, ജോബ് ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്ന് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക കേട്ടോ. ഓക്കെ, ഈ നമ്മളിപ്പോ ഇതിപ്പോ അതുകൊണ്ട് കുറച്ച് എടുത്തോളൂ. CSST-യിലെ ആകെ 3 ഏരിയാസ് ഫങ്ഷണൽ ഏരിയ മാത്രം പഠിച്ചോളൂ. റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, നെക്സ്റ്റ് ഏതാ നെക്സ്റ്റ് ഏരിയ പഠിച്ചേ? നിങ്ങളാണ് തന്നെ ഉണ്ടോന്ന് അറിയണ്ടേ? ഇങ്ങനെ ഓൺമ്യൂട്ട് ചെയ്തിടുമ്പോ നിങ്ങൾ എവിടെയെങ്കിലും പോയോന്ന് അറിയാൻ പറ്റില്ല. തന്നെ ഇല്ല എല്ലാവരും ക്ലാസ്സില്. ഓക്കെ, 3 ഏരിയ പഠിച്ചോളൂ. റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ. ഓക്കെ,
3 ഏരിയ മാത്രമേ എടുത്തുള്ളൂ. ഓക്കെ, ഒന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇനിയിപ്പോ അടുത്തത് തുടങ്ങിയാലും നമുക്ക് ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെറിലൈസേഷൻ ഏരിയ വന്നത് അത് ഇത്തിരി ഡീറ്റെയിൽ 3 പഠിക്കാണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഒക്കെ ആയിട്ട് നമുക്ക് തീർക്കാം. അതൊക്കെ പോയാൽ മതി. പഠിക്കുന്നിടത്തോളം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോരാ കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് തന്നാൽ നിങ്ങൾക്കും സമയമില്ല. നമ്മളെ പിള്ളേരെ പഠിപ്പിക്കാനല്ലേ നിങ്ങൾക്കൊക്കെ സമയമുള്ളൂ അല്ലെ. നമ്മളിരുന്ന് പഠിക്കാൻ നമുക്ക് സമയം തികയില്ല അല്ലെ. അതുകൊണ്ട് കുറച്ചൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ മാക്സിമം പഠിച്ചു പോരുക കേട്ടോ. എന്തായാലും നമ്മള് ഈ എന്താ ഒരു 2 മണിക്കൂർ നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സിൽ നിന്ന് തന്നെ മാക്സിമം നിങ്ങൾ പഠിച്ചു പോകുക. അപ്പൊ നമുക്ക് പിന്നീട് കുറച്ച് നോക്കിയാൽ മതിയല്ല. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്ത് കേട്ടോ. ഓക്കെ, ബൈ. ഹലോ, നമുക്ക് ഇനി ട്രെസാ മിസ് അല്ലേ നെക്സ്റ്റ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇന്ററും ഒന്ന്